അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 11ാമത്തെ രാവ്, 10 രാത്രികൾ കഴിഞ്ഞു. അതുമാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടിയിട്ടാണ് അല്ലേ? മഹത്തായ വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് ശഅബാനിലെ വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ അതിന് ഇരട്ടി മധുരം. നമ്മുടെ പഞ്ചാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുന്ന രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. സ്ഥിരമായി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, വിളിച്ച് സന്തോഷം അറിയിക്കാറുണ്ട്. ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഓർക്കണേ, മനസ്സിലിങ്ങനെ കരുതണേ എന്നൊക്കെ പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവരെയും റാഹത്ത് നൽകട്ടെ. ശബ്ദം ശ്രവിക്കുന്ന, അതുപോലെ പ്രശ്നപരിഹാരങ്ങൾ തേടുന്ന എല്ലാവർക്കും അല്ലാഹു വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്തിന് വലിയ പ്രാധാന്യമുള്ള രാത്രിയാണ്. ഒരുപാട് സ്വലാത്ത് ചൊല്ലണം ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് എന്ത് ചെയ്യാം? അഫ്ദലു ദിക്ർ ചൊല്ലാം. അഫ്ദലു ദിക്ർ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിക്റാണില്ലേ? ലോകത്തുള്ള സർവ്വ അമലുകളും നമ്മൾ ചെയ്ത ഏത് അമലായിക്കോട്ടെ, അത് മുഴുവൻ ത്രാസിൻ്റെ ഒരു തട്ടിലും, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ മഹത്വം, ആ അമലിൻ്റെ ശ്രേഷ്ഠത മറ്റേ തട്ടിലും വെച്ചാൽ അതിനായിരിക്കും കനം കൂടുക എന്നാണ്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖനമുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതാ ചൊല്ലാൻ പോകുന്നത്. കൂട്ടത്തിൽ നിങ്ങൾ ഒരുപാട് സ്വലാത്തുകളും ഇൻഷാ അല്ലാഹ് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ചൊല്ലൂലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ഈമാൻ ഉറയ്ക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈർ ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ, കുടുംബത്തിൽ റാഹത്ത് ലഭിക്കാൻ, സമ്പാദ്യത്തിൽ ഖൈർ കിട്ടാൻ, ഇങ്ങനെയൊക്കെ നല്ല നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യുക? ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ ചൊല്ലിയ ദിക്ർ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാഹ്, ബറക്കത്തിലാക്കണേ അല്ലാഹ്, സ്വസ്ഥതയുള്ള ജീവിതം നൽകണേ അല്ലാഹ്, സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നമുക്ക് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ മജ്ലിസ് ദുആ ചെയ്യാം. എല്ലാവരും നല്ല ഖൽബോട് കൂടിയിട്ട് ആമീൻ പറയണേ. എല്ലാവരും എല്ലാ മുറാദുകളെയും മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ആമീൻ പറയും. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد غفاراയ ഖാലിഖായ റാസിഖായ ലത്തീഫായ വദൂദായ അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ സ്വലാത്തുകളെ മദ്ഹുകളെ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യണേ അല്ലാ. ഖൽബൊന്ന് നന്നാക്കണേ അല്ലാ. സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ചുറ്റുപാടുകൾ ഖൈറിലാക്കണേ അല്ലാ. ഇടപാടുകൾ നീ പൊരുത്തപ്പെടുന്നതാക്കണേ അല്ലാ. ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും മാപ്പ് ചെയ്യണേ അല്ലാ. രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. ദുആ വസിയ്യത്ത് ചെയ്ത എത്ര രോഗികളാണ് റഹ്മാനെ, എല്ലാവർക്കും ആജിലായ കാമിലായ ശമനം നൽകണേ അല്ലാ. റബ്ബേ, മാരക രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. കീറി മുറിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. ശരീരം തളർന്നു പോകുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. ജനങ്ങൾ അറയ്ക്കുന്ന വെറുക്കുന്ന ഒരു രോഗത്തിലും പെടുത്തല്ലേ അല്ലാ. ഇയാളൊന്നു മരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ഞങ്ങളുടെ മക്കളടക്കം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഭൂമിക്ക് ഭാരമാക്കല്ലേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, കുടുംബാദികൾ, റബ്ബേ, ഞങ്ങളുമായി ദുആ വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. സകല ശർറ്, ബലാ, മുസീബാത്തുകൾ, ഫിത്ന, ഫസാദുകൾ, ഇടങ്ങേറുകൾ, ആപത്തുകൾ, അപകടങ്ങളെല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ. റബ്ബേ, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദുആകാമിയും പറയുന്ന എത്ര മുഅ്മിനീങ്ങൾ പലവിധ പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. ഖൽബിലെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ മുഅ്മിനിനെയും കടബാധ്യതയിൽ പെടുത്തല്ലേ അല്ലാ. വന്ന കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴികളെ എളുപ്പമാക്കി തരണേ അല്ലാ. സാമ്പത്തിക പ്രതിസന്ധി നൽകല്ലേ അല്ലാ. പുരോഗതി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, പഠനങ്ങൾ എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. പുരോഗതി നൽകണേ അല്ലാ. നിന്റെ ഖദർ ഖളായിൽ വല്ല ഷർറുകളും മുസീബാത്തുകളും ഞങ്ങൾക്ക് കണക്കാക്കിയതുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാ. മൺമറഞ്ഞുപോയ ഞങ്ങളുടെ അപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, ഭാര്യമാര്, ഭർത്താക്കന്മാർ, കുടുംബാദികൾ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുണ്ടോ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടങ്ങളെ നീ തുറക്കണേ റഹ്മാനെ. സ്വർഗീയ പരിമളവും പ്രകാശവും കൊണ്ട് ആ ഖബറുകൾ നീ നിറച്ചു കൊടുക്കണേ അല്ലാ. നാളെ മരിച്ച് ഞങ്ങളും നാറടി മണ്ണിൽ കിടക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു തലമുറയെ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസ് ഒന്ന് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബേ, മരണം വരെ നിലനിന്നു പോകുന്ന മജ്ലിസുകളിൽ നീ ചേർത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസുകളെല്ലാം നീ ഇജാബത്തിന്റെ മജ്ലിസായി സ്വീകരിക്കണേ അല്ലാ. പങ്കെടുക്കുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും എല്ലാം നിന്റെ മുത്തഖീങ്ങളിൽ, ഇഷ്ടദാസന്മാരിൽ ചേർക്കണേ അല്ലാ. ഖൈറാത്തുകൾക്ക് ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി മുത്തുനബി തങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി യാത്ര പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ. ചോദിക്കാൻ അർഹതയില്ലെങ്കിലും നാളെ പുന്നാര നബി തങ്ങളുടെ ജിവാറിൽ പരിശുദ്ധ സ്വർഗത്തിൽ ഒരിടം നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. നിങ്ങളൊക്കെ ദുആ ഇറക്കണം എന്ന വസിയത്തോടു കൂടി മറ്റുള്ളവരിലേക്ക് നമ്മുടെ മജ്ലിസ് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.